ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണ സാധനത്തിൻ്റെ പേരാണ് ഉണ്ടപ്പൊരി. നമ്മൾ ചില്ലിക്കൂട്ടിൽ പഴംപൊരി, ഉണ്ടപ്പൊരി, അതുപോലെ തന്നെ വെട്ട് കേക്ക്, അങ്ങനെയൊക്കെ ഏറ്റവും ചില്ലിക്കൂട്ടിലിട്ട് വെച്ചിട്ടില്ലേ ചായക്കടയിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടപ്പൊരി പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല മഴ, അപ്പോൾ മഴയത്ത് അങ്ങനെ ഉണ്ടപ്പൊരി കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ ആണെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ പഴമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ഉണ്ടപ്പൊരി ഉണ്ടാക്കിയാലോ എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും അറിയണതാണ് ഈ കുഞ്ഞു റെസിപ്പി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം. ഓക്കെ. 3 സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ മധുരം അങ്ങനെ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് 3 സ്പൂണേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ളവർ കൂടുതൽ 2-3 സ്പൂൺ എക്സ്ട്രാ ചേർക്കാം. പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഏലക്കായയും പട്ടയും അതുപോലെ ഒരു നുള്ളി ജീരകം കൂടി ചേർക്കണം ഇതിലേക്ക്. പൊടിച്ച് വെച്ചത് തന്നെ വേണമെന്നില്ല, നമ്മളെടുത്ത് പൊടിക്കാതെ ഉള്ളതാണ് അത് ഉപയോഗിക്കുക. ഒരു പട്ടയുടെ ചെറിയൊരു കഷ്ണം എൻ്റെ അടുത്ത് പൊടിച്ചത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പൊടിച്ചത് ചേർക്കുന്നത്. പിന്നെ ജീരകവും പട്ട ഏലക്കായ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ് പഞ്ചസാര. അതിനുശേഷം ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പൊടിച്ച് വെച്ചുള്ള നമ്മുടെ പഞ്ചസാരയിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. അപ്പക്കാരം വരല്ലേ അത്. പിന്നെ ചെറുപഴം 3 ചെറുപഴം അടിച്ച് വെച്ചതാണിത് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി രൂപത്തിൽ കുഴച്ചെടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ച് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. നല്ല കട്ടയാവാൻ പാടില്ല, എന്നാൽ നല്ല ലൂസാവാനും പാടില്ല. ആ തരത്തിൽ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വേണം നമ്മുടെ ഉരുളകൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ടൈറ്റ് പോലെ വരുത് കേട്ടോ, എന്നാൽ നല്ല ലൂസായിട്ടും പോകരുത്. അതുകൊണ്ട് തൊടുമ്പോൾ അങ്ങനെ അമർന്ന് പോകണം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇത് ഒരു അരമണിക്കൂർ നമ്മൾ വയ്ക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്ക് ഉണ്ടാക്കാം. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളുടെ ഈ കൂട്ടുവിട് ഇരിക്കണം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഞാനത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിന് ഞാൻ അത്യാവശ്യം ചെറിയ ബോളുകളാക്കിയിട്ട് ഞാൻ ഉരുട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോ ബോളുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറു തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിക്കണം. ഇപ്പം നല്ല തീയിലിട്ട് വേവിച്ചാൽ പെട്ടെന്ന് കറുത്ത കളറായി പോവും. ചെറു തീയിലാവുമ്പോൾ ചെറുങ്ങനെ എൻ്റെ ഉള്ളും ഇങ്ങനെ വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് കറുപ്പ് പോലെ കളറ് വരില്ല, മെല്ലെ വരും. അപ്പോൾ നന്നായിട്ട് വേവിച്ച് തിരിച്ചും മറിച്ചും കുറച്ച് സമയം പിടിക്കും. അതിനിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കണം. അങ്ങനെ കണ്ടില്ലേ, ഒന്നിങ്ങനെ ബ്രൗൺ കളറായി നന്നായിട്ട് ഇങ്ങനെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ കളറ് ഇതായിട്ട് വരുമ്പോൾ നമ്മളിത് എടുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റുക. ഇത് ഓൾറെഡി എടുത്ത് വയ്ക്കുന്നതോറും ഓരോന്നും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അവിടെ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇല്ല, മറ്റതൊക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ഞാനൊന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഈ കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടപ്പൊരിയാണിത്, പഴം വെച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.